സംരംഭത്തിന് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. അതിൽ തുടക്കം മുതൽ എൻ്റെ കൂടെയുള്ള ഒരാളാണ് പ്രിയേച്ചി. പ്രിയേച്ചി ഇതൊരു ഡിസൈനറാണ്. വീട്ടിൽ ഗായത്രി ആയതിൻ്റെ കളർ തീം ഉൾപ്പെടെ അത് ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഡിസൈൻ നമുക്ക് ആദ്യം ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം നമുക്ക് കാണിച്ചു തന്നത് പ്രിയേച്ചിയാണ്. ഞാനിപ്പം കുറച്ച് ചടങ്ങുകളും കൂടെ ബാക്കിയുണ്ട്. പക്ഷേ പ്രിയേച്ചിക്ക് തിരുവനന്തപുരത്താണ്, അവിടെ ഇരുന്നുകൊണ്ടാണ് പുള്ളിക്കാരുടെ ഓപ്പറേഷൻസ് ഒക്കെ. പ്രിയേച്ചിക്ക് പോകേണ്ട ഒരു തിരക്കുണ്ട്. ഒരു ഫാമിലിയുടെ ഒരു ക്ലോസ് ഫാമിലിയുടെ ഒരു ഫംഗ്ഷൻ കിട്ടിയിട്ടാണ് പ്രിയേച്ചി വിളിക്കുന്നത്. പ്രിയേച്ചിക്ക് പോകേണ്ട തിരക്കുള്ളതുകൊണ്ട് പ്രിയേച്ചിക്ക് ചെറിയ സ്നേഹോപകാരം നൽകുകയാണ്. അതിനായിട്ട് രാംജി ക്ഷണിക്കുന്നു. ഒപ്പം പ്രിയേച്ചി പറയുന്ന കാര്യങ്ങൾ അതിലും ഇരട്ടി ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത് പ്രിയേച്ചിയുടെ ഡിസൈനറാണ്. പ്രിയേച്ചിയുടെ ഡിസൈനറാണ് മെയിൻലിറ്റ് എന്ന ലോഗോ ഡിസൈൻ ചെയ്തതും അതിൻ്റെ കളർ തീം ഡിസൈൻ ചെയ്തതും ഒക്കെ. ആള് പേര് വിളിച്ചാൽ ഓടിക്കളയുന്ന പ്രിയേച്ചി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ജയരാജ് ഒന്ന് വേദിയിലേക്ക് വരും പ്ലീസ്. Thank you so much. അടുത്തതായിട്ട് ഗായത്രിയുടെ ഗുരുവും സുഹൃത്തുമായ രാംജിയെ രണ്ട് വാക്ക് പറയാനായിട്ടും ആശംസകൾ പറയാനായിട്ടും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. രാംജി. എല്ലാവർക്കും നമസ്കാരം. ഗായത്രി ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് ഗായത്രി സിനിമ സീരിയൽ മിനി നിൽക്കുന്ന ഒരാളാണ്. അതിനുശേഷം ഗായത്രി ഒരു എഴുത്തുകാരിയായി പുസ്തകത്തിൽ എഴുതാറുണ്ട്. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഗായത്രി ഒരു പുതിയ സംരംഭത്തിലേക്കൊക്കെ കാൽവെക്കുന്നു എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പറഞ്ഞതുപോലെ ഒരു മീഡിയ ആദ്യം പ്രിന്റ് മീഡിയയിൽ നിന്നും സീരിയലിലേക്ക് മുതൽ സിനിമയിലേക്കും ഇപ്പോൾ വെബ് സീരീസിൻ്റെ ഡയറക്ഷനാണ് പോകുന്നത്. അത് വളരെ സർപ്രൈസിംഗായിട്ടാണ് ഇങ്ങനൊരു പുതിയ ജോലി വാങ്ങിച്ചത്. ഗായത്രിയാണെന്ന് ഞാൻ കാണുമ്പോൾ മാതൃഭൂമിയിലെ ആലപ്പുഴയിലെ ബിൽഡിംഗിൽ വെച്ച് സ്ഥലത്തിൻ്റെ ഓഡീഷൻ കാലത്ത് ആരെയും തൃപ്തിപ്പെടാതിരുന്ന സ്ഥലത്തിലാണ് പറഞ്ഞിട്ടാണ് ഗായത്രിയെ കൊണ്ടാക്കുന്നത്. അന്ന് ഗായത്രി ചോദിച്ചൊരു സംശയമുണ്ട്, സാർ ഈ LPS ക്യാരക്ടർ പോലീസ് വേഷത്തിലൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പോലീസ് LPS ആണെങ്കിലും അതിനകത്തെ ക്യാരക്ടർ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ എന്നുപോലെ വളരെ പരിചിതമായ അയൽവീട്ടിലെ പെൺകുട്ടി എന്നുള്ള കഥാപാത്രമാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിലും ആ കഥാപാത്രമൊക്കെ ആയിരുന്നെങ്കിലും IPS സാധാരണ സിനിമയിൽ നമ്മൾ സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും എല്ലാവരുടെയും ഈ ചതുരമായ പോലീസ് വേഷവും പവർഫുള്ളായിട്ടുള്ള ഡയലോഗുകളും ഒക്കെ എല്ലാം IPS ട്രെയിനിങ് ക്യാമ്പിൽ എങ്ങനെയാണ് IPS മോഡ് ചെയ്തെടുക്കുന്നത് അതൊരു സീരിയലാണ് നമ്മൾ കാണുന്നത്. അതൊരു വനിതയായ IPS ഓഫീസറെ വെച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ ഈ റോക്ക് ക്ലൈമ്പിങ്ങിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കുന്നത് സിനിമയിൽ കാണിക്കാറുണ്ട്. ആ ട്രെയിനിങ്